ഗ്രെറ്റ തുൻബർഗിന്റെ ഗാസ ഫ്ലോട്ടില്ല കപ്പൽ തടയുന്നതിന്റെ ദൃശ്യങ്ങൾ ഇസ്രയേൽ പുറത്തുവിട്ടു. ഗ്ലോബൽ സുമുദ് ഫ്ലോട്ടില്ലയുടെ നിരവധി കപ്പലുകൾ സുരക്ഷിതമായി നിർത്തിവച്ചിട്ടുണ്ടെന്നും അവയിലെ യാത്രക്കാരെ ഒരു ഇസ്രയേലി തുറമുഖത്തേക്ക് മാറ്റുകയാണെന്നും പ്രഖ്യാപിച്ചുകൊണ്ട് ഇസ്രയേൽ വിദേശകാര്യ മന്ത്രാലയം സ്വീഡിഷ് കാലാവസ്ഥാ പ്രവർത്തകയായ ഗ്രെറ്റ തുൻബർഗിന്റെ വീഡിയോ പങ്കിട്ടു. എക്സിൽ പോസ്റ്റ് ചെയ്ത ഒരു പ്രസ്താവനയിൽ ഗ്രെറ്റയും അവളുടെ സുഹൃത്തുക്കളും സുരക്ഷിതരും ആരോഗ്യവാന്മാരുമാണ്. മന്ത്രാലയം ഇങ്ങനെയാണ് കുറിച്ചത്: 20ഓളം പടക്കപ്പലുകൾ ഉൾപ്പെടെയുള്ള സന്നാഹങ്ങൾ ഒരുക്കിയാണ് ബലപ്രയോഗത്തിലൂടെ ഇസ്രയേൽ സുമുദ് ഫ്ലോട്ടില്ലയിലെ 40ലേറെ ബോട്ടുകൾ പിടിച്ചെടുത്തത്. ഒരു ബോട്ട് ഒഴികെ എല്ലാം പിടിച്ചെടുത്തതായും ഇസ്രയേൽ അവകാശപ്പെട്ടു. ഗാസ തീരം വരെ എത്താൻ ഫ്ലോട്ടില്ലയുടെ ഭാഗമായ ഒറ്റ ബോട്ടിനും സാധിച്ചില്ലെന്നും ഇസ്രയേൽ അവകാശപ്പെട്ടു. എന്നാൽ മൈക്കാനോ എന്ന ബോട്ട് ഗാസ തീരം തൊട്ടതായി റിപ്പോർട്ടുകളുണ്ട്. 43 ബോട്ടുകളിലായി വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള 500ഓളം ആക്ടിവിസ്റ്റുകളാണ് ഫ്ലോട്ടില്ലയിൽ പങ്കുചേർന്നത്. ഡ്രോണുകൾ അയച്ചും സമുദ്രത്തിൽ മൈനുകൾ പാകിയും യാനവ്യൂഹത്തിന്റെ ഗാസയിലേക്കുള്ള യാത്ര തടയാൻ ശ്രമിച്ച ഇസ്രയേൽ നാവികസേന ആഗോള സമ്മർദ്ദം കാരണം ആക്രമണ നടപടി ഉപേക്ഷിക്കുകയായിരുന്നു. ബോട്ടുകൾ വളഞ്ഞ സൈന്യം ബലം പ്രയോഗിച്ച് ആക്ടിവിസ്റ്റുകളെ കസ്റ്റഡിയിലെടുത്തു. മലിനജലം ചീറ്റുകയും മർദ്ദിക്കുകയും ചെയ്തതായി ആക്ടിവിസ്റ്റുകൾ പരാതിപ്പെട്ടു.